മെംബ്രെയിൻ സെമി പെർമിയബിൾ ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് സെമി പെർമിയബിൾ ആയെന്ന് നിങ്ങൾക്കറിയോ? പ്ലാസ്മ മെംബ്രെയിനകത്ത് മെയിൻലി സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി ഒരു ബേസ് ലെയർ ഉണ്ട്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഫോസ്ഫോലിപ്പിഡ്സ് 2 ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിന് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ എന്നാണ് വിളിക്കാം. ഈ ഫോസ്ഫോലിപ്പിഡ്സിന്റെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡ് അകത്തേക്കും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് പുറത്തേക്കുമാണ് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള കോമ്പണൻസിനൊന്നും തന്നെ ഇതിലൂടെ ഈസി ആയിട്ട് കടന്നു വരാൻ പറ്റത്തേയില്ല. ഓക്കെ, ഇത് കൂടാതെ അതിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിൽ ഐസ്ബർഗ്സ് ഇല്ലേ, അതുപോലെയാണ് ഉള്ളത്. മെയിൻലി 2 ടൈപ്പ് പ്രോട്ടീൻസാണ് ഉള്ളത്. ഇൻട്രിൻസിക്കും ഉണ്ട്, എക്സ്ട്രിൻസിക്കും ഉണ്ട്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മെംബ്രെയിനിൽ എംബഡഡ് ആയിരിക്കും. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ സർഫസിൽ ലൈ ചെയ്യുന്ന പ്രോട്ടീൻസ് ആയിരിക്കും. ഇവ രണ്ടും കൂടാതെ കൊളസ്ട്രോൾ കോമ്പൗണ്ട്സും ഉണ്ട്. കൊളസ്ട്രോളിൻ്റെ കൂടെ എന്താ? കൊളസ്ട്രോൾ ആണ് ഒരു മെംബ്രെയിൻ്റെ, ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ റിജിഡിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇതിന് ഓവർ റിജിഡ് ആക്കാതെയും ഓവർ ഫ്ലെക്സിബിൾ ആക്കാതെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ട് പ്ലാസ്മ മെംബ്രെയിനെ ആക്ട് ചെയ്യാൻ പറ്റുന്നത്.